യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. യൂദാസ് പോയപ്പോൾ ജീവിതത്തിലെ വഴിത്തിരിവുകളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. അതിനെ മാനുഷികമായിട്ട് കാണാതിരിക്കുക. കണ്ടാൽ അറിയാതെ പ്രതികരിച്ചു പോകും. ജീവിതത്തിലെ ദുരന്തങ്ങളെയും അങ്ങനെ തന്നെ കാണുക. ജീവിതത്തിലെ അപ്രതീക്ഷിതമായ വേദനകളെയും നൊമ്പരങ്ങളെയും ഒറ്റപ്പെടലുകളെയും ഒറ്റിക്കൊടുക്കലുകളെയും മാനുഷികമായി കാണാതെ ദൈവികമായി കണ്ടാൽ ഞാനും നിങ്ങളും മഹത്വപ്പെടാൻ സാധ്യതയുണ്ട്. ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത് മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുമ്പോഴല്ല, മറിച്ച് ചതിക്കുമ്പോഴാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോറിഫൈ ചെയ്യുന്നത് ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോഴാണ്. ലോക നേതാക്കൾ ഗ്ലോറിഫൈഡ് ആകുന്നത് അവരെ ആളുകൾ പുകഴ്ത്തുമ്പോഴാണ്. എന്നാൽ യേശുക്രിസ്തു മഹത്വപ്പെട്ടത് തൻ്റെ അരുമ ശിഷ്യരിൽ ഒരുവൻ തന്നെ ചതിച്ചപ്പോഴാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചു തുടങ്ങിയതാണ്. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും ആ മോമെന്റ് ഒന്ന് കടന്നു പോകാൻ ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ 1 മാസം കാണും, 1 വർഷം കാണും. അതിൻ്റെ അലയടികൾ നമ്മളെ ആളുകൾ ഹർട്ട് ചെയ്യുകയും നമ്മളെ ആളുകൾ ചതിക്കുകയും എന്തൊക്കെയോ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. ഒറ്റിക്കൊടുക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ മഹത്വം, നമ്മുടെ ഗ്ലോറിഫൈങ് ടൈം എന്ന് മനസ്സിലാക്കാനുള്ള ആത്മീയ വളർച്ച നമുക്കുണ്ടാകേണ്ടതല്ലേ? ഈ വേദഭാഗം ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് ആരും പ്രസംഗിച്ചും കേട്ടിട്ടില്ല, ഞാൻ പ്രസംഗിച്ചിട്ടില്ല, വായിച്ചു പോയിട്ടേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ക്ലാസ്സിനാണ് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്ന് നമ്മൾ അതിന് ഹെഡിങ് ഇട്ടതേ ഉള്ളൂ. അതിനുശേഷം എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന ഭാഗമാണ് പറഞ്ഞു വന്നത്. ഒന്നുകൂടെ പറയാം. 31-ാം വാക്യവും 32-ാം വാക്യവും മഹത്വപ്പെടുക എന്ന വാക്ക് 5 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു.
ഗ്ലോറിഫൈങ് എന്ന വാക്ക് 5 പ്രാവശ്യം ഉപയോഗിച്ചു. ഇതുപോലെ ബൈബിളിൽ വേറെ കാണാൻ പ്രയാസമാണ്. ഇതിൽ 31 മാത്രം നമുക്ക് നോക്കാം. യൂദാസ് പോയപ്പോൾ, അവിടെയാണ് അതിന് താക്കോൽ. ആ പോക്കെന്ന് പറയുന്നത് അതൊരു ചതിയുടെ പോക്കായിരുന്നു. AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് ചേർന്നത് ഒരു ദുഃഖ വെള്ളിയാഴ്ച. അന്ന് സീനിയർ മോസ്റ്റ് കോൺഗ്രസ് ലീഡർ, ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് ചിലരൊക്കെ സ്വപ്നം കണ്ട മനുഷ്യൻ, കേരളീയൻ, മലയാളി, അദ്ദേഹം ആ ദുഃഖ വെള്ളിയാഴ്ചയെ നോക്കിയിട്ട് പറഞ്ഞത് ഇത് ചതിയുടെ ദിവസമാണ്. മകൻ മറ്റൊരു പാർട്ടിയിലേക്ക്, അഥവാ അപ്പൻ ആയുഷ്കാലം മുഴുവനും എതിർത്ത ആശയത്തിലേക്ക് മകൻ ചേക്കേറിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊരു ദുഃഖ വെള്ളിയാഴ്ചയാണ്, ഇതൊരു ചതിയുടെ ദിവസമാണ്. നോക്കൂ, യേശുക്രിസ്തു ഇതിനെ എങ്ങനെ കണ്ടു? ഈ ചതിയെ എങ്ങനെ കണ്ടു? 31 വാക്യം പറയുന്നത് യോഹന്നാനല്ല, യേശുവാണ്. ബൈബിളിനകത്ത് എഴുത്തുകാരുടേതായ പ്രസ്താവനകളുണ്ട്, പിശാചിന്റെ പ്രസ്താവനകളുണ്ട്, ഇല്ലേ? ഉണ്ട്. പിശാചിന്റെ പ്രസ്താവനകളുണ്ട്. പിന്നെ ഇയ്യോബിനെ കാണാൻ വന്ന സ്നേഹിതരുടെ പ്രസ്താവനകളുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ ആ സ്നേഹിതരുടെ ബാക്കിയൊക്കെ എടുത്ത് പ്രസംഗിക്കാറുണ്ട്. ബൈബിൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും അവര് വന്നത് എന്തിനാ? അവര് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ഒടുവിൽ ഇയ്യോബ് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ക്ഷമ കിട്ടി. അപ്പൊ അവര് വാചകടിച്ചു വിടുന്ന, അവര് ഭയങ്കര ബുദ്ധിമാന്മാരും വിസ്ഡം പീപ്പിൾസ്, അറിവുള്ള ആളുകളാണ് അവര്. അതെല്ലാം വേദവാക്യമൊന്നും ആകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതിനകത്തൊന്നും നല്ല ആശയങ്ങളോ, അത് ലോകത്തിൽ ധാരാളം ബുക്കുകൾ നമ്മൾ വായിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ വാക്യം പറഞ്ഞത് യേശുവാണെന്ന് ഓർക്കണം. യേശുവാണ്, എഴുത്തുകാരനല്ല. യേശു അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബോധപ്പെട്ടിരിക്കുന്നു. എന്തൊരു വാക്കാണത്! ഈ ക്ലാസ് 7:30 നിർത്തിക്കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു മനുഷ്യൻ അങ്ങനെ മനസ്സിലാക്കാനോ, ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാനോ എളുപ്പമല്ല. അവൻ കുറച്ച് നാള് കഴിയുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കും, ഓ, അന്ന് എൻ്റെ ജീവിതത്തിൽ ആ സംഭവിച്ചത് എന്നെ ഗ്ലോറിഫൈ ചെയ്യാനായിരുന്നു, എൻ്റെ മഹത്വത്തിനായിരുന്നു എന്ന് 2 കൊല്ലം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. 2 കൊല്ലം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഓൺ ദ സ്പോട്ടിൽ അത് മനസ്സിലാക്കാൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓൺ ദ സ്പോട്ടിൽ അത് മനസ്സിലാക്കാൻ നമുക്കൊരു യേശുവിന്റെ മനസ്സ് ഉള്ളവരായി തീരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനും തന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും ആയിരങ്ങളുണ്ടെങ്കിലും യൂദയുടെ ഈ ചതിയെ ഫേസ് ചെയ്യാൻ യേശു തനിയേ ഉള്ളൂ.
ആരും യേശുവിനോട് സാരയില്ല, ആ 11 ഒരുത്തൻ അങ്ങനെ പോയെങ്കിൽ ഞങ്ങൾ 11 പേരില്ലേ എന്ന് പറയാനും ആർക്കും അപ്പോൾ മനസാന്നിധ്യമില്ല. എന്നാൽ യേശു ആ സംഭവത്തെ വിലയിരുത്തുകയാണ്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഗ്ലോറി. മനുഷ്യപുത്രൻ ഇപ്പോൾ മഹത്വപ്പെട്ടിരിക്കും. അടുത്ത വാചകം നോക്കിയേ. അവനിലൂടെ, അത് തന്നെ, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. അവനിലൂടെ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം യേശുവിലൂടെ മഹിമപ്പെട്ട നിമിഷമാണത്. നമ്മൾ വേദനിക്കുമ്പോഴും നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോഴും നമ്മളുടെ പ്രതികരണമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവം അവനിൽ മഹത്വപ്പെടും. എന്തുകൊണ്ട്? ഈ ക്രൂരവും കഠിനവും കാടത്വം നിറഞ്ഞ പ്രവൃത്തിയുടെ മുൻപിൽ യേശു കർത്താവ് നിർഭയനായി, നിശബ്ദനായി, അതിനെ ആത്മീയമായി വിവേചിച്ച് ശാന്തനായി നിന്നപ്പോൾ പിതാവായ ദൈവം മഹിമപ്പെട്ടു. ദൈവം അവനിൽ മഹിമപ്പെട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പം വാസ്തവത്തില് എന്നെ പോലെയുള്ള ആളുകളെ മറ്റുള്ളവർ പുകഴ്ത്തുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. അന്നേരമാ നമുക്കൊക്കെ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവർ നമ്മളെ കല്ലെറിയുന്ന സമയത്താണ് ദൈവം മഹിമപ്പെടുന്നത്. മനഃപൂർവ്വം കല്ലെറിയാനുള്ള അവസരം ഉണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത്. നമ്മളെ ആളുകൾ അപമാനിക്കുമ്പോൾ ദൈവം മഹിമപ്പെടുകയാണ്. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്താനാണല്ലോ നമ്മുടെ ഈ ജീവിതം. ഒരു മിനിറ്റ് അവിടെ നിർത്തിയിട്ട്, ഇത് ഇച്ചിരി ഹാർഡാണ് ഈ വിഷയം. എന്നാൽ ഇച്ചിരി സിമ്പിളായ ഒരു ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്. നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം. അവിടെ നമ്മൾ 5 കാര്യമാണ് പറഞ്ഞു വന്നത്. എങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ആദ്യം പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 50:23. വെരി ഗുഡ്. സ്തോത്രം. 2 കൊരിന്ത്യർ 6 അവസാനത്തെ ശരീരം വിശുദ്ധിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടും. 2 പറഞ്ഞല്ലോ. നാമതും പറഞ്ഞു. ഫലം കായ്ക്കുന്നതിലൂടെ. 3 കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പൊ എങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? നമ്പർ 1, സങ്കീർത്തനം 50:23. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. 2, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആ വാക്യത്തിന്റെ ശരിയായ അർത്ഥം അതിന്റെ മുകളിൽ നിന്ന് വായിച്ചു വരുമ്പോൾ, ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായതുകൊണ്ട് വിവരിക്കുന്നില്ല.
ചെയ്യുന്നതിലൂടെ, ശരീരത്തെ വിശുദ്ധിയിൽ കാക്കുന്നതിലൂടെ, അശുദ്ധമായ സ്ത്രീ പുരുഷ കോണ്ടാക്റ്റുകളെ മനഃപൂർവമായി വിട്ടകലുന്നതിലൂടെ, കൊരിന്ത് എന്ന സ്ഥലത്ത് ആവിധ പാപങ്ങളെ സമൂഹം അനുവദിച്ചിരുന്ന കാലത്ത് ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ്, വിശുദ്ധിയിൽ സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുന്നതിലൂടെയാണ് ശരീരം കൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തുന്നത്. 3 യോഹന്നാൻ 15:8 നിങ്ങൾ വളരെ ഫലം കായ്ക്കുമ്പോൾ എൻ്റെ പിതാവ് മഹിമപ്പെടുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ വളരെ ആത്മാക്കളെ നേടുന്നതിലൂടെ ദൈവനാമം മഹിമപ്പെടുന്നു. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നാണ് അതിന്റെ വിത്തുണ്ടാകുന്നത്. അങ്ങനെയാണ് മറ്റൊരു ഫലമുളവാകുന്നത്. ആ ഫലത്തിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാകുന്നത്. അപ്പോ ക്രിസ്ത്യാനിറ്റിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതർ ക്രിസ്ത്യൻ. The fruit of the Christianity is other Christian. മറ്റൊരാളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ് ഫലം കായ്ക്കുന്ന അനുഭവം. അങ്ങനെ കൂടുതൽ പേരെ നേടുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. നാലാമത്തേത് മത്തായി 6:9-10. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആമേൻ. നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ എന്നാണ് അതിന്റെ ശരിയായ ഉപയോഗം. വിശുദ്ധീകരിക്കപ്പെടുക എന്ന അറിവില്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഓർത്തു, ദൈവത്തിന്റെ നാമത്തിന് തന്നെ അശുദ്ധിയുള്ള ഒന്നുമില്ല, പിന്നെ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? കർത്താവിന്റെ നാമം മഹിമപ്പെടണമേ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ഒരു ലളിതമായ തർജ്ജിമയിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ആദരിക്കപ്പെടണമേ. Our Father in heaven, may your name be honored. മറ്റൊരിടത്ത് glorified. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ നമ്മുടെ തർജ്ജിമയില് വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന വാക്ക് വന്നു. പക്ഷെ അതിന്റെ അർത്ഥം അവിടുത്തെ നാമം എന്നിലൂടെ മഹിമപ്പെടണമേ എന്ന് തന്നെയാണ്. സംശയം വേണ്ട, 1% പോലും സംശയം വേണ്ട. വേണമെങ്കിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതി ചേർത്തോളൂ: സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവർത്തനത്തിലൂടെ, എൻ്റെ സംഭാഷണത്തിലൂടെ, എന്നിലൂടെ മഹിമപ്പെടണമേ. അപ്പം
ദൈവനാമം മഹിമപ്പെടാനുള്ള നാലാമത്തെ മാർഗം സമർപ്പണ പ്രാർത്ഥനയാണ്. വെറുതെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചൊല്ലുന്നതിലല്ല. അൻപത്തിയേഴാം സങ്കീർത്തനത്തിൽ അത് കൂടുതൽ വെളിവായിട്ട് വരുന്നു. 57-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. അതേ വാക്യം 11-ാമത്തെ വാക്യത്തിലുമുണ്ട്. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. പ്രാർത്ഥിക്കുകയാണ് ഒരു ഭക്തൻ. പക്ഷെ സാഹചര്യം മനസ്സിലാക്കിയാൽ കൂടുതൽ നമുക്ക് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച ലഭിക്കും. അതായത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും നിന്റെ ചിറകിന്റെ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സങ്കീർത്തനം ഈ എഴുത്തുകാരൻ അനുഭവിക്കുന്ന മനോവേദനയുടെ കാഠിന്യത്തെ വെളിപ്പെടുത്തുന്നത് 3-ാം വാക്യത്തിലാണ്. 3-ാം വാക്യം 57:3. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ. കണ്ടോ, ലോകം കണ്ടതിൽ ഏറ്റവും ശക്തനായ ഒരു രാജാവും കവിയും ഭക്തനുമായ മനുഷ്യനെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. എന്നെ വിഴുങ്ങാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടും. അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് വായിക്കുകയാണ്. വാക്യം 4. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കുക. 4 കാലുള്ള സിംഹമല്ല, 2 കാലുള്ള സിംഹമാണ്. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യ സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ കിടക്കുന്നത്. ഈ വചനം വെച്ച് നോക്കുമ്പം സിംഹക്കുഴിയിൽ ദാനിയേലിനേക്കാൾ കൂടുതൽ സമയം കിടന്നയാളാണ് ദാവീദ്. പക്ഷെ അക്ഷരാർത്ഥത്തിലല്ലെന്ന് മാത്രം. അപ്പം സിംഹതുല്യമായ മനുഷ്യരുടെ ഇടയിൽ ഞാൻ കിടക്കുന്നു. അത്രയും 4 വാക്യം വരെ മനസ്സിനകത്ത് പതിഞ്ഞെങ്കിൽ ഇനി 5-ാം വാക്യം ശ്രദ്ധിച്ചു. ദൈവമേ, നീ ഈ പ്രശ്നങ്ങളുടെ മുകളിൽ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അപ്പൊ ശരിക്കും ദൈവനാമം മഹിമപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ ചുറ്റുപാടും നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ, ആ പ്രാതികൂല്യത്തിന്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ, നാം ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മറ്റെങ്ങും ഒന്നും ആശ്രയിക്കാനില്ലെന്ന് തിരിച്ചറിവോടുകൂടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ദൈവമഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ നിലവിലുള്ള എല്ലാ അന്തരീക്ഷത്തെയും കൺട്രോൾ ചെയ്യുന്നതാണ് ദൈവമഹത്വം. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ സിംഹത്തിന് പിന്നെ കടിക്കാൻ പറ്റത്തില്ല. എന്താ മഹത്വം ചെയ്യുന്നത്? ഒരു മിനിറ്റ് ഒന്ന് പുറകോട്ട് പോവുക, മനസ്സുകൊണ്ട് മതി, വായിക്കണ്ട. കാനായിലെ കല്യാണ വീട്ടിൽ ശരിക്കും
ദൈവ മഹത്വം വെളിപ്പെട്ടു എന്നല്ലേ വായിക്കുന്നേ? ആ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ അവിടുത്തെ സകല കൺട്രോളും മഹത്വം ഏറ്റെടുത്തു, അഥവാ കർത്താവ് ഏറ്റെടുത്തു. അതുവരെ ആ കല്യാണം നടത്തുന്നവൻ അസ്വസ്ഥതയിലായിരുന്നു, പരിഹാസ്യനാകുകയായിരുന്നു. പെട്ടെന്നാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഓക്കെ, മറ്റൊരു സംഭവം ഓർമ്മയിൽ നിന്ന് എടുത്താൽ മതി, കാരണം ഇത് മെസ്സേജ് ഫോർ ദ മെസ്സഞ്ചേഴ്സ് ആണ്. ലാസറിന്റെ വീട്ടിലെ അന്തരീക്ഷം എത്രയോ ദുർഘടമാണ്, എത്രയോ ദുർഘടമാണ്, എത്രയോ കാഠിന്യമേറിയതാണ്, കലുഷിതമാണ്, കൈപ്പേറിയതാണ്. അതിനേക്കാൾ കൂടിയത് എന്താ ഇനി വരാനുള്ളത്? അപ്പനില്ലാത്തൊരു വീടാന്ന് ഓർക്കണം, അമ്മയില്ലാത്തൊരു വീടാന്ന് ഓർക്കണം, കല്യാണം കഴിക്കാത്ത 3 മക്കളുള്ള വീടാന്ന് ഓർക്കണം, ആ വീട്ടിലെ ഏക ആൺ തരി മരണപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷാന്ന് ഓർക്കണം. ആ അന്തരീക്ഷത്തിന്റെ കൺട്രോൾ യേശു ഏറ്റെടുക്കുക. ഒരു വാക്ക് അവിടെ ഉണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കണ്ടോ, അവിടെയും മഹത്വമാണ് കൺട്രോൾ ചെയ്യുന്നത്. കർത്താവേ, ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അധിക കൃപ തരണേ. ദാവീദ്, അപ്പൊ നമ്മൾ 3 സന്ദർഭം കാണുക: കാനായിലെ കല്യാണ വീട്, ലാസറിന്റെ വീട്, ദാവീദിന്റെ അനുഭവം. ചുറ്റും അന്തരീക്ഷം വളരെ ഭീകരമായിരിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, നിന്റെ മഹത്വം ഇവിടെ നിറയട്ടെ. മഹത്വം എന്നതിന് തേജസ് എന്ന് അർത്ഥമുണ്ട്, ദൈവ സാന്നിധ്യം എന്നർത്ഥമുണ്ട്, ദൈവ നിയന്ത്രണം എന്നർത്ഥമുണ്ട്. അപ്പോ പ്രാർത്ഥനയിലൂടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമഹത്വം വെളിപ്പെട്ടാൽ ഈ അന്തരീക്ഷം മാറും. ഇച്ചിരൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു, എൻ്റെ ഈ കഷ്ടത നിറഞ്ഞ സന്ദർഭങ്ങൾ എൻ്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരണമേ. എൻ്റെ ഈ പ്രതികൂലം നിറഞ്ഞ സാഹചര്യം എൻ്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ലൈഫ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഇന്ന് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ശുശ്രൂഷകരായ 100 പേരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രയാസം നിറഞ്ഞ ആഴ്ചയാണോ ഇത്? മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്ന സമയമാണോ ഇത്? നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സമയമാണോ ഇത്? ഓർക്കുക, ഇന്നലെ ഞങ്ങൾ വില്യം കേറിയുടെ ശ്മശാനത്തിൽ പോയി. അദ്ദേഹത്തിന്റെ ബോഡി
മറവ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആപ്തവാക്യം എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു. അദ്ദേഹത്തിന്റെ മകനെ 13 വയസ്സിൽ അടക്കിയിരിക്കുന്ന സ്ഥലവും കണ്ടു. ചോദ്യം ഇതാണ്, അന്ന് അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടുവാനായിരുന്നു? ഇന്നത്തെ ഭാഷ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എത്ര ലൈക്ക് കിട്ടുമായിരുന്നു? ഇന്ന് കിട്ടും. അപ്പൊ ഒരു 10-20 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിന്റെ വില അന്നറിയും. ഒരു 20 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിന്റെ വില അന്നറിയും. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതിന്റെയും നിങ്ങൾ ഇന്ന് ട്രാക്ട് കൊടുക്കുന്നതിന്റെയും നിങ്ങൾ ഇന്ന് പരസ്യവും നടത്തുന്നതിന്റെയും നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നതിന്റെയും വില അന്നറിയും. അന്ന് വില്യം കയറിയെ പറ്റി എന്നാ പറഞ്ഞേ? വീട്ടുകാർ പറഞ്ഞത് കുടുംബം നോക്കാത്തവൻ. വീട്ടുകാർ പറഞ്ഞത് ഭാര്യയെ സ്നേഹിക്കാത്തവൻ, കരുതാത്തവൻ. ഭാര്യ പറഞ്ഞത് കരുണയില്ലാത്തവൻ. ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്? ആരെങ്കിലും പറഞ്ഞു? എന്താ ഇന്നത്തെ നമ്മുടെ പ്രധാന ലൈറ്റ്? യേശു കർത്താവിനെ യൂദ ചതിച്ചപ്പോൾ 2 മഹത്വപ്പടിയിൽ നടന്നു. ഒന്ന്, യേശു മഹിമപ്പെട്ടു. യഥാർത്ഥ യേശു അന്നേരം വെളിപ്പെടും. 2, യേശുവിലൂടെ സ്വർഗസ്ഥ പിതാവ് മഹിമപ്പെട്ടു. ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. യോർദാനിൽ കർത്താവ് സൃഷ്ടിയുടെ മുമ്പിൽ സ്നാനപ്പെടാനായിട്ട് വഴങ്ങി കൊടുക്കുമ്പോ സ്വർഗം എന്നാ പറഞ്ഞേ? ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ? ദൈവം മഹിമപ്പെട്ട കണ്ടോ? എപ്പോഴെങ്കിലും വെസ്റ്റ് ബംഗാളിലൂടെ പോകാൻ അവസരം കിട്ടിയാൽ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് കാണിക്കാനായിട്ട് മനസ്സ് വെക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ടാക്സി എടുത്തിട്ടാണെങ്കിലും ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സെറാംപൂർ കോളേജും സെനറ്റ് ഓഫ് സെറാംപൂരും സന്ദർശിക്കാൻ ശ്രമിക്കുക. അവിടെ റോഡ് മാർഗം എത്താൻ ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് പുഴയുടെ, ആ വലിയ നദിയുടെ തീരത്ത് ലൊക്കേഷൻ എടുത്തതിന്റെ കാരണം ജലമാർഗം യാത്ര ചെയ്യാം. ആ ദുർഘട കാലാവസ്ഥയിൽ
ആരാലും അംഗീകരിക്കപ്പെടാതെ 45 ഭാഷകളിൽ ബൈബിളിന്റെ ചില ഭാഗങ്ങളെങ്കിലും തർജ്ജമ ചെയ്തു വെച്ചിരിക്കുന്നു. മ്യൂസിയത്തിനകത്ത് കയറിയാൽ കണ്ണുള്ളവൻ കരഞ്ഞു. ഞാൻ ആ കാര്യം പ്രാർത്ഥനാ സഹകാരികൾക്ക് വേണ്ടി ഇന്നലെ പോകുന്ന വഴി പങ്കുവച്ചു ചെറുതായിട്ട്. ഇന്ന് രാവിലെ വെളുപ്പിനെ PG വർഗീസ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ബ്രദർ, ഞാൻ ആ മ്യൂസിയത്തിൽ കയറിയപ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടു. ഞാൻ വില്യം കേറിയും മറ്റ് 2 സഹപ്രവർത്തകരും ഇരുന്ന കസേരയുടെ താഴെ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു. എൻ്റെ കൂടെ വന്നവർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ BTH പഠിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അവർ 3 പേരാ വന്നത്. അവരുടെ 3 പേരുടെയും ചിത്രം അവിടെയുണ്ട്. ട്രയൂൺ സെറാംബോർ എന്നറിയപ്പെടുന്നത്. അവർക്ക് 3 പേരും ഇരുന്ന് എഴുതാൻ ഉപയോഗിച്ച കസേരകൾ മ്യൂസിയത്തിനകത്ത് ഇങ്ങനെ വെച്ചിട്ടു. PG ഒരു മിഷണറി ആയതുകൊണ്ട് PGയെ ആർക്കെങ്കിലും പരിഹസിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? പരിഹാസമൊന്നും വലിയ വിഷയമൊന്നും ആട്ടെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നേരത്തെ വലിയ വിഷയമായിരുന്നു, ഇപ്പൊ മനസ്സിലായി. പരിഹാസം ഏൽക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ആരുടെയെങ്കിലും വാലെ പിടിച്ചാണെങ്കിലും അമേരിക്കയ്ക്ക് പോയി ഒരു വലിയ വീട് മേടിച്ച് അവിടെ താമസിച്ചാൽ മതി. ഒരു അക്ഷരാരും പറയത്തില്ല. പിന്നെ സാധിക്കും, വിചാരിച്ചാൽ പറ്റും. PG വർഗീസിന് ഒത്തിരി കുഴപ്പങ്ങളുണ്ടെന്നേ. ഡാൻസ് ചെയ്തതാണല്ലോ ഏറ്റവും വലിയ തെറ്റ്. പുള്ളി വീട്ടിൽ കൂടെ ഡാൻസ് ചെയ്യുമെന്നറിയാവോ? പുള്ളി ഒരു കപ്പ് ചായ രാവിലെ എഴുന്നേറ്റാൽ ഡെയിലി 2 കപ്പ് കാപ്പി ഉണ്ടാക്കും. അല്ല 3. ഒരെണ്ണം ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കും. പൊതുവെ സഹോദരിമാരാണല്ലോ ക്ഷീണിതര്. രാവിലെ പുള്ളി പറയുന്നത് രാവിലെ ഒരു കാപ്പി അങ്ങ് കൊടുത്താ പിന്നെ വൈകുന്നവരെ കാപ്പി ഇഞ്ഞ് തന്നോളൂ. ഒരു കാപ്പി രാവിലെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു കാപ്പി സെക്യൂരിറ്റിക്ക് കൊണ്ട് കൊടുക്കും. ഏതാ ആ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റിക്കാരിലും കാപ്പി കൊടുക്കും. പിന്നെ ഒരു കാപ്പി കൈ പിടിച്ചോണ്ട് നടക്കാൻ പോകും. തിരിച്ചു വരുമ്പോൾ കാപ്പി തീർന്നത് കൊണ്ട് പിന്നെ ഡാൻസ് ചെയ്താൽ പറ്റുന്നത്. ആർക്ക് പറ്റും ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാൻ? നമ്മളെങ്ങനെയും മുഖമൊക്കെ കുത്തി വീർപ്പിച്ച് അവരോട് വൈരാഗ്യം തീർക്കുന്ന പോലെയല്ലേ സുവിശേഷ വേല പോലും ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. അകത്ത് എന്തുണ്ടോ അതേ പുറത്തു വരൂ. കർത്താവ് പറഞ്ഞതാ, നല്ല മനുഷ്യൻ തന്റെ നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. കുറെ നാള് കഴിഞ്ഞതുകൊണ്ട് പറയേണ്ടതല്ലെങ്കിലും പറയുക, ചിലർക്കൊക്കെ ഗുണം കിട്ടും. PG വർഗീസ് പിറവത്ത് നിന്ന് ഡാൻസ് ചെയ്തേന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അയച്ചിട്ട് മെസ്സേജ് എന്നാണെന്നറിയോ? നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾ പട്ടിയും പൂച്ചയുമായി പോകട്ടെ. എന്നാ അനുഗ്രഹമല്ലേ? ആരാ ഈ പറയുന്നത്? PASTOR. എന്റെ പേര് പാസ്റ്റർ. എവിടെ നിൽക്കുന്നു നമ്മുടെ നിലവാരം? ഈ കഴിഞ്ഞ മാസം കണ്ട് PG വർഗീസ് നാട്ടിൽ വന്ന് ചെന്ന് കാല് പിടിച്ച് ക്ഷമ പറഞ്ഞു. നീ ക്ഷമ പറഞ്ഞ ആർക്ക് വേണം നിന്റെ ക്ഷമ? നീ ഇതിനു മുമ്പ് പറഞ്ഞത് മുഴുവൻ നിനക്ക് മാറ്റാൻ പറ്റുമോ ഈ അന്തരീക്ഷത്തിൽ നിന്ന്? ക്ഷമ പറയേണ്ട പോലെയുള്ള വർത്താനം പറയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി തിരിച്ചു വരുന്നു. അപ്പോ
ആ മ്യൂസിയം കണ്ടപ്പോൾ മിഷൻ ഹാർട്ടുള്ളവർ കരിയും. മിഷൻ ഹാർട്ടുള്ളവർ നമ്മളൊരല്പം മടുപ്പോൾ ക്ഷീണമാണെങ്കിൽ ടിക്കറ്റ് എടുക്കുക, നേരെ ബംഗാളിൽ പോയി അന്ന് കണ്ടേച്ചു വരിക. ആ പുഴയുടെ സൈഡിൽ ഒരു ചെറിയ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അതിന്റെ ഫോട്ടോ എടുത്തു. വലിയ കയറി ആദ്യമായി സ്നാനപ്പെടുത്തിയ മനുഷ്യന്റെ പേര് ഒരടയാളമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ കഷ്ടപ്പെട്ട പുസ്തകം പിടിച്ചുകൊണ്ടാണ് മിഷണറിമാർക്കെതിരെയൊക്കെ പ്രസംഗിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ മഹിമപ്പെടുന്നത് എപ്പോൾ? നമ്മളെ ആളുകൾ സ്തുതിക്കുമ്പോഴല്ല, നമ്മളെ ആളുകൾ ചതിക്കുമ്പോഴാണ്. ഈ മർമ്മം വലിയത്. ദാവീദിനെയും പിന്നെ മർത്ത മറിയമിനെയും കാനായിലെ കല്യാണ വീട്ടുകാരെയും നമ്മൾ ശ്രദ്ധിച്ചു. അവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെട്ടു. അപ്പം പ്രാർത്ഥിക്കുന്നതിലൂടെ മഹത്വം വെളിപ്പെടുന്നു. ഒടുവിൽ ഒരെണ്ണം കൂടെ പറഞ്ഞ് ഇന്നത്തെ പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21:19. 21:19 അല്ലേ പച്ച? അതെ. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. സ്തോത്രം, 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 സ്തോത്രം. ഫൈനലി, ആത്യന്തികമായി, ഒടുവിലായി നമ്മുടെ മരണം പോലും ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. മരണം കൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തുക. കർത്താവ് അദ്ദേഹത്തോട് നേരിട്ട് പറയുന്ന ഒരു പ്രവചനമാണ്. ആ പ്രവചനം യോഹന്നാൻ 21:15 മുതലുള്ള സംഭാഷണത്തിന്റെ ബാക്കിയാണ്. അത്താഴം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട്, നീ എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ട് അതിന്റെ ഒടുവിൽ ഒരു രഹസ്യം, ഒരു പ്രവചനം പറയുകയാണ്. 18-ാം വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. കർത്താവ് സൂചിപ്പിക്കുകയാണ്, പത്രോസേ, നിന്റെ ജീവിതകാലം മുഴുവനും നീ എന്നെ മഹത്വപ്പെടുത്തി. അത് ശുശ്രൂഷയിലൂടെ, സംഘത്തിലൂടെ, ലിറ്ററേച്ചറിലൂടെ നീ അത് ചെയ്യും. ഒടുവിൽ
മരണം കൊണ്ട് നീ എന്നെ മഹിമപ്പെടുത്തു. ഇത് നമുക്ക് തനിയെ കഴിയുന്ന കാര്യമല്ല. നമുക്ക് അതിനുള്ള ശക്തിയോ ധൈര്യമോ ഒന്നും ഉള്ളവരല്ല. എന്നാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം.